കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മനായി തന്നെ. പ്രസാദം. രണ്ടുപേരും ദീർഘായുസോടെ ഇരിക്കട്ടെ. പ്രാർത്ഥനകളെല്ലാം ഫലിക്കും. ദീർഘസുമംഗലിയായിരിക്കും. അതിന് ശ്രീലക്ഷ്മിക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. എത്രയും പെട്ടെന്ന് സന്താന ഭാഗ്യവും ഉണ്ടാവും. എങ്ങനെ 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 ആ ഭാഗ്യം ഇവിടെ ആർക്കും ഇപ്പൊ വേണ്ട. ആളും തോരം നോക്കാതെ പൂജാരി ഓരോന്ന് വിളിച്ചു പറയരുത്. നമുക്കത് ഇഷ്ടല്ല. ദേവി ശ്രീലക്ഷ്മി, ആശാന് വെറുതെ ഇംഗ്ലീഷ് ഒന്ന് പഠിപ്പിക്കല്ലേ. പൂജാരി പറയണത് ആശാനും കേട്ടതല്ലേ. സംബന്ധം ചെയ്യാതെ എങ്ങനെയാണ് കൊച്ചുങ്ങൾ ഉണ്ടാവണത്? പൂജാരിയുടെ കണ്ണിൽ നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്തക്കന്മാരാണ്. അതാണ് അങ്ങനെ പറഞ്ഞത്. ഓ അങ്ങനെ നേരത്തെ പറയണ്ടേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ പൂജാരി ചെയ്യണ കഥാപാത്രം ആവശ്യമില്ലാത്ത ഡയലോഗ് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. പൂജാരി ക്ഷമിക്കണം. ആക്സിഡന്റിന് ശേഷം ചില സമയത്ത് ഇങ്ങനെയാ. സാരമില്ല സാർ, ദൃഷ്ടിദോഷത്തിന്റെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം സംഭവിക്കും. ഒരു പൂജാരിയോട് എങ്ങനെ സംസാരിക്കേണ്ടെന്ന് തനിക്കറിയില്ലേ? അറിയില്ലാന്ന് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതല്ലേ. ദൈവങ്ങളും പൂജാരികളുമായിട്ട് വലിയ ബന്ധമില്ലാന്ന്. പൂജാരി പറയണത് വല്ലതും ദൈവങ്ങൾ കേട്ട അതുപോലെ നടന്നാലേ എന്റെ കട്ടയും പടവും മടങ്ങും. അതുകൊണ്ടാ. എന്റെ പൊന്നു ദൈവമേ, നമ്മളുടെ ആശാന്റെ ഒരു നാടകമാണിത്. പൂജാരി കഥ അറിയാതെയാണ് പൂജ നടത്തുന്നത്. കഥകൾ മൊത്തം വേറെയാ. ഈ പ്രാർത്ഥനയും പൂജയൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. എന്താ ആശാന്റെ മുഖത്തൊരു ശോകം? ആ ആശാൻ അത് വിട്. ചുമ്മാ സെന്റി ആവല്ലേ. ബി കൂൾ. എന്റെ ഇംഗ്ലീഷ് കേട്ട് ആശാൻ ഒന്ന് കിടുങ്ങിയല്ലേ. ആശാന്റെന്നും മൊട്ടയുടെന്നും ചില വാക്കൊക്കെ ഞാൻ മനപ്പാടാക്കിയിട്ടുണ്ട്. ആശാന്റെ ആദ്യ ഭാര്യ പഠിപ്പുള്ളവളാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മളും കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ആവണ്ടേ. അല്ല, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയാ? പോണ്ടേ നമുക്ക്? പുറത്തേക്ക് ഞാൻ വന്നേക്കാം. ഇനി എന്തിനാണ് ഇവിടെ നിക്കണത്? ശരി ആശാ വാ. എത്ര എത്ര ആളുകളാണ്. എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെ. ഇതൊന്ന് പൂജിച്ചു തരണം. ഇനി എന്തിനാണ് ഇവിടെ ചുറ്റിക്കറങ്ങി സമയം കളയണത്? വാ പോവാൻ നോക്കാം. അയ്യേ, ഇനി എന്തിനാണ് മിനിറ്റ് സെക്കൻഡും? നമുക്ക് പോവാം. ഇത് താണിയണം. എന്തിന്? നമ്മളുടെ കഴുത്തിൽ ഒരു മാലയുണ്ടല്ലോ. അങ്ങനെയുള്ള മാലയല്ലിത്.
ഇത് താലിമാല. ആ, താലിമാലയോ? അതൊക്കെ സംബന്ധം കഴിഞ്ഞവരിടുന്നതല്ലേ. എന്തിനാ ഈ തൊല്ല കേസൊക്കെ നമ്മൾക്ക്? കല്യാണം കഴിച്ച സ്ത്രീകൾ പവിത്രതയോടെയും ഭക്തിയോടെയും അണിയുന്ന ഒന്നാണിത്. നീ ഞാനും നമ്മൾ ഒന്നാണെന്ന ഒരു ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വിശ്വാസമാണിത്. അഭിനയമാണെങ്കിലും അതിനൊരു ഒറിജിനാലിറ്റി വേണ്ടേ? മറ്റുള്ളവരുടെ മുന്നിൽ താനൊരു ഭാര്യയാണെന്നുള്ളതിന്റെ തെളിവ്. താലിയും സീമന്തരേഖയിലെ കുങ്കുമമാണ് ഒരു ഭാര്യയുടെ ധൈര്യവും വിശ്വാസവും. അയ്യോ എന്റെ പൊന്നാശാനേ, നിമ്മതി. ആശാൻ പറയണതൊന്നും നമ്മുടെ തലയ്ക്കകത്തോട്ട് കേറണില്ല. ഇപ്പൊ എന്ത് വേണം? ഈ മാല നമ്മൾ കഴുത്തിലിടണം, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് താ. ഇത് മുക്കോണ്ടാണോ അതോ സ്വർണം തന്നെ? ആ, ആശ വലിയ പണക്കാരനല്ലേ, അപ്പൊ സ്വർണം തന്നെ ആവും. ആശാനെ, പുറം തിരിഞ്ഞു നിൽക്കാതെ ഒന്ന് കെട്ടിത്തന്നേ. ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കാതെ കെട്ടിത്താ ആശാനെ. മുടി മാറ്റിക്ക. പെട്ടെന്നാവട്ടെ. ആ, എങ്ങനെയുണ്ട് ആശാനെ? ഇപ്പൊ നമ്മള് നിങ്ങളെ കളഞ്ഞു പോയ ഭാര്യ പോലെ ആയാ? നമ്മളുടെ ഉള്ളില് തോന്നുന്നത് പറയട്ടാ. ഡ്രൈവിംഗ് പഠിക്കാതെ ലൈസൻസ് കിട്ടിയ പോലെ. കഥയിലെ കഥാപാത്രത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവും ഈ കണ്ണമ്മ. ഓക്കെ അല്ലേ? ഇനിയെങ്കിലും നമുക്ക് പോയാലോ? നമുക്ക് പോവാം. ആ, പോകുന്ന വഴിക്ക് കുറച്ച് വെറ്റില, കുറച്ച് അടയ്ക്ക, കുറച്ച് ചുണ്ണാമ്പ്. എന്തിന്? ചവയ്ക്കാൻ. നോ നോ നോ. ഈ കഥാപാത്രം വെറ്റില മുറുക്കാറില്ല. വേണ്ടേ? വേണ്ട. വേണ്ടെങ്കി വേണ്ട. വാ. ഊഞ്ഞാല്. ആശാനെ വാ, ഒന്ന് ആട്ടി തന്നെ. എത്ര കാലേ ഊഞ്ഞാലാടിയിട്ട്?
ഇതിനൊക്കെ ഇനി സമയമുണ്ട്. ആദ്യം നമ്മൾ വന്ന കാര്യം നടത്താം. അവള് വന്നതിന് എന്റെ മേളിൽ കയറാൻ നോക്കുന്നത് എന്തിനാ? നാശങ്ങള് ദേ ഇവിടെ ഉണ്ട്. ആശാനെ, ഇതെല്ലാം കൂടി എവിടെ പോണ്? താൻ വന്നറിഞ്ഞ് സന്തോഷത്തിൽ വരുന്നവരാ. എല്ലാവരെയും അറിയാവുന്ന പോലെ സംസാരിച്ചാൽ മതി. ആ, ആ. മോളെ, നിനക്ക് സുഖാണോ? ഓ, സുഖം. അവിടെ എങ്ങനെ? സുഖാ മോളെ. ആ, ഞങ്ങൾ എല്ലാവരും മോളെ കാത്തിരിക്കുകയായിരുന്നു. ഹ, എന്തിന്? മാമ പണിക്ക് പോയില്ലേ ഇന്ന്? മോള് വരുന്നത് കൊണ്ട് ഇന്ന് പോയില്ല. മാമ, മോള് വരും പോവും. നമ്മള് വല്ല വേലയ്ക്കും പോയാലേ നമ്മളെ വീട്ടിലെ അടുപ്പ് പുകയൂ. ആ, എന്താ നമ്മള് പറഞ്ഞ തെറ്റൊന്നുമില്ലല്ലോ? ഇല്ല മോളെ. ആ, അതാണ്. മോളെ കാണാൻ സുദർശൻ ചേട്ടനും സരോജൻ ചേച്ചിയും കാത്തിരിക്കുക. മോള് വേഗം അങ്ങോട്ട് ചെല്ല്. ആ, ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആന്റി, സുദർശനങ്ങൾ, ദേ ശ്രീയേച്ചി വന്നിട്ടുണ്ട്. അയ്യോ, ശ്രീടച്ച അവിടെ ഇരിക്കെ. മോൾ ഇങ്ങോട്ടല്ലേ വരുന്നത്? ഇത്രയും നാൾ കാത്തില്ലേ? ഞാൻ പോയി വേഗം വരാൻ പറയാം. ആ, ചെല്ലു മോളെ. വാ, എഴുന്നേക്ക്. പതുക്കെ പതുക്കെ. ലക്ഷ്മി, ശ്രീലക്ഷ്മി, വേഗം വാ. വെൽക്കം ശ്രീലക്ഷ്മി. അമ്മേ, ഐ, ഏ, ഏ, ഏ. എന്താ ഇത്? ആ, പെമ്പിളേരെ കൈ കറി
പേടിക്കണടാ. ശ്രീലക്ഷ്മി എന്തേത് തന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് അല്ലേ ദീപവും കൃഷ്ണയും? ഡേയ്, നീ നമ്മുടെ കൂട്ടുകാരനാ? അതാദ്യം പറയണ്ടേ? അയ്യോ, ഇതിപ്പം കഥ അറിയാതെ ഒന്ന് തന്നും പോയല്ലോ. എന്താ ശ്രീലക്ഷ്മി, നിനക്കിത് എന്തു പറ്റി? ശ്രീലക്ഷ്മി ശരിക്കും ട്രീറ്റ്മെന്റിലാണ് കൃഷ്ണ. വീണ ഷോക്കിൽ പലരെയും ഓർമ്മയില്ല. ആ, അത് സത്യം. ഓർമ്മപ്പെശ കൊണ്ട്. പേടിക്കണ്ട, നിന്നെ നമ്മൾ ഇനി ഒന്നും ചെയ്യില്ല. നിങ്ങൾ നമ്മളുടെ ദോസ്തല്ലേ? കൂട്ടുകാരൻ പറ, ഈ കൂട്ടുകാരിക്ക് എന്തൊക്കെയാണ് വ്യത്യാസം? എന്നെ കളഞ്ഞു പോണതിന് മുമ്പുള്ളതും ഇപ്പൊ ഉള്ളതും തമ്മിൽ വ്യത്യാസം പറ. അല്ല, കൂട്ടുകാരി പറഞ്ഞാലും മതി. എന്താ വ്യത്യാസമൊന്നുമില്ലേ? സാർ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സാറേ? സ്വന്തം കൂട്ടുകാരുടെ കാര്യം നേരെ കറങ്ങൂടാ. ആ, എന്നാലും നമുക്കറിയാം, നമ്മളുടെ വർത്താനത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾക്കറിയാം. കൊറേ നാള് അന്യദേശത്ത് ജീവിച്ചതല്ലേ, പോകെ പോകെ ശരിയാവും കൂട്ടുകാരാ. അതാരാ കൂട്ടുകാരാ? MGR സാർ മാതിരി ഒരാള്. എന്റെ അച്ഛനാ, കണ്ണ് കാണില്ല. ശ്രീലക്ഷ്മി വാ, നമുക്ക് അച്ഛനെ അമ്മയെ കാണാം. വാ. എന്താ കൃഷ്ണ ഇത്? ആ, സരോജം, മോളെ. അയ്യോ. ഇതിനാ ഇങ്ങനെ ഒരു നോക്ക് കാണാന ഈ വയസ്സിലെ ഈശ്വരൻ ബാക്കി വെച്ചെന്ന് തോന്നുന്നു.